വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് 1 ഫെബ്രുവരി 2023 ന്യൂസാണ്. ഇന്ന് സർവേ റിലീസ് ആയിട്ടുള്ളത് കൊണ്ട്, എക്കണോമിക് സർവേ റിലീസ് ആയിട്ടുള്ളത് കൊണ്ട് കുറച്ച് എക്സ്പാൻഡഡ് കവറേജ് ആയിരിക്കും. പോസിബിളി ഇന്ത്യൻ എക്സ്പ്രസ് ആൻഡ് ഹിന്ദുവിൽ രണ്ടിലെയും ന്യൂസ് കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ ജനറിക് ആയിട്ട് സർവേയുടെ ഒരു വൈഡ് എന്താണ് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സർവേ ആസച്ച് എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. GDP ടു ഗ്രോ അറ്റ് 6.5% ഇൻ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 23-24 വെരി ഓപ്റ്റമിസ്റ്റിക് ഗ്രോത്ത് ആണ് സർവേ പ്രൊഡിക്ട് ചെയ്യുന്നത്. 6.5% റേറ്റിൽ GDP ഗ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പാൻഡമിക് ഇൻഡ്യൂസ്ഡ് ബ്ലൂസ് ആർ ഓവർ. പാൻഡമിക് കാരണം, ഗ്ലോബൽ റിസഷൻ കാരണം, പിന്നെ റഷ്യ യുക്രൈൻ വാർ കാരണം ദി എക്കണോമി ഹാസ് ബീൻ എഫക്റ്റഡ് സോ മച്ച്, ബട്ട് സ്റ്റിൽ വി ആർ വെരി റെസിലിയൻറ്റ്. ആർ എക്കണോമി ഈസ് വെരി സ്ട്രോങ്. നമ്മുടെ സ്ട്രക്ചറൽ ബേസ് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് വിൽ ഫൈറ്റ് ബാക്ക് എന്നുള്ളതാണ് സർവേ തരുന്ന ഒരു ഹോളിസ്റ്റിക് പിക്ചർ എന്ന് പറയുന്നത്. അപ്പം 6.5%. ആൻഡ് ഇവിടെ ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. സർവേ പറയുന്നത് വി ഹാവ് റീകൂപ്ഡ് വാട്ട് വാസ് ലോസ്റ്റ്, റിന്യൂഡ് വാട്ട് വാസ് പോസ്റ്റ് ആൻഡ് റീ എനർജൈസ്ഡ് വാട്ട് ഹാഡ് സ്ലോഡ് ഡൗൺ ഡ്യൂറിങ് ദ പാൻഡമിക്. അപ്പം വി ആർ ഒരു ബൗൺസ് ബാക്ക് സ്റ്റേജിലാണെന്നാണ് സർവേ പ്രസന്റ് ചെയ്യുന്ന പിക്ചർ. ബട്ട് ഈക്വലി എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലേഷൻ, അതായത് വി ആർ ഇതാണ് നമ്മുടെ ഗ്രോത്ത് കർവ്. GDPയുടെ ഗ്രോത്ത് വി ഹാഡ് ഗോൺ ടു എ വെരി ലോ ആൻഡ് റൈറ്റ് നൗ 6.5% ഫിനാൻഷ്യൽ ഇയർ 24 പ്രഡിക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈക്വലി പറയുന്നുണ്ട് എന്താണ്, ഇൻഫ്ലേഷൻ കൂടാൻ ചാൻസസ് ഉണ്ട്. അതായത് ടാർഗറ്റ് റേഞ്ചിനേക്കാളും 6%, 4 to 6% ആണ് RBIയുടെ ടാർഗറ്റ് റേഞ്ച്. പക്ഷെ അതിനേക്കാളും ഒരു ഇച്ചിരി കൂടുതൽ 6.8% റീറ്റെയിൽ ഇൻഫ്ലേഷൻ പോവാൻ സാധ്യതയുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ഓക്കെ ബിക്കോസ് ഇറ്റ് ഇസ് 6.8 എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓക്കെ റേഞ്ച്, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വീക്കൻ ദി ഇൻവെസ്റ്റ്മെന്റ് നോർ ഇറ്റ് ഇസ് ഗോയിങ് ടു റെഡ്യൂസ് കൺസംഷൻ. അതായത് ഇൻഫ്ലേഷൻ വരിക എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റിൽ ഗുഡ്സിന്റെ പ്രൈസ് കൂടുക, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻഫ്ലേഷണറി എക്കണോമിയിൽ ദി കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ആർ ഹൈ. അപ്പൊ അവിടെ ഒരു ഇൻഡിവിജ്വലിന് എടുത്താൽ അയാളുടെ കൺസംഷൻ കുറവായിരിക്കും. പക്ഷെ 6.8% കൺസംഷൻ ഒത്തിരി കുറയാൻ സാധ്യത ഇല്ലെന്നാണ് സർവേ പറയുന്നത്. പക്ഷെ ഈക്വലി എന്താ, ഇൻഫ്ലേഷൻ കൂടാൻ നേരത്ത് ആണ് എന്താ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുക. അപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ്സ് വരിക. ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും എന്താ നോക്കുന്നത്, റിട്ടേൺസ് കൂടുതൽ കിട്ടുന്നുണ്ടോന്ന്. അപ്പൊ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻഫ്ലേഷൻ കൂടി നിന്നാലേ റേറ്റ് ഓഫ് റിട്ടേൺസ് കൂടുള്ളൂ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുള്ളൂ. അപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് വരുള്ളൂ. അപ്പൊ ഈ 6.8% എന്ന് പറയുന്നത് സ്റ്റേബിൾ റേഞ്ച് സച്ച് ദാറ്റ് കൺസംഷനെയും ഇൻവെസ്റ്റ്മെന്റിനെയും രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നതാണ് സർവേ പറയുന്നത്. പക്ഷെ ഒരു വാർണിംഗ് സൈൻ കൊടുക്കുന്നുണ്ട്. മോണിറ്ററി ആൻഡ് ഫിസിക്കൽ അതോറിറ്റീസ്, മോണിറ്ററി അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ RBI, ഫിസിക്കൽ അതോറിറ്റീസ് ദ ഗവൺമെന്റ്, ബോത്ത് ഓഫ് ദം നീഡ് ടു സ്റ്റേ പ്രൊആക്റ്റീവ് ആൻഡ് വിജിലന്റ്. കാരണം ഇൻഫ്ലേഷൻ എന്ത് ചെയ്യാം, വേഴ്സൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഈ ഒരു ന്യൂസ്, ഈ ഒരു പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം കുറച്ചും കൂടി. അതായത് എങ്ങനെയാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുക എന്നുള്ളത്. ഇനി അതിനു മുമ്പ് സർവേയിലേക്ക് ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം. അതിനു മുമ്പ് കുറച്ച് ചെറിയ ന്യൂസസ് കവർ ചെയ്ത് പോവാണ്. ദിസ് ഇസ് ലൈക്ക് ഒരു കേരളത്തിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഒത്തിരി കൂടുന്നതിന്റെ ഇടയ്ക്ക് ഈക്വലി നമ്മൾ അൺമൈൻഡ്ഫുൾ ആയി പോകുന്ന ഒരു കാര്യമാണ് സ്നേക്ക് ബൈറ്റ്സ്. സ്നേക്സ് ക്ലെയിം മോർ ഹ്യൂമൻ ലൈഫ്സ് ആൻഡ് വൈൽഡ് എലിഫൻസ്. ഓക്കെ, ഈക്വലി അത്രയും തന്നെ, അല്ലെങ്കിൽ ഈക്വലി ആൻഡ് മോർ ദാൻ ദാറ്റ് എന്ത് വരുന്നുണ്ട്, സ്നേക്ക് ബൈറ്റ്സും സ്നേക്ക് ബൈറ്റ് ഇൻഡ്യൂസ്ഡ് ഡെത്തും വരുന്നുണ്ട്. അപ്പം ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ഗോൺ അൺനോട്ടിസ്ഡ്. നമുക്ക് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എത്രത്തോളം ഡിഫിക്കൾട്ട് ആണോ കൗണ്ടർ ചെയ്യാനായിട്ട്, പക്ഷേ ഈക്വലി സ്നേക്ക് ബൈറ്റ് പറയുന്നത് നമുക്ക് പ്രിവെന്റബിൾ ആണ്, റൈറ്റ്? ഒരു പ്രോപ്പർ മെഷേഴ്സ്, അഡ്വക്കേറ്റ് മെഷേഴ്സ് എടുത്താൽ എന്ത് ചെയ്യാം, സ്നേക്ക് ബൈറ്റ്സ് റിലേറ്റഡ് ഡെത്ത്സ്, സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്താൽ, സേഫ്റ്റി മെഷേഴ്സ് എടുത്താൽ കുറയ്ക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഇൻ ടേൺ വി ആർ ലുക്കിംഗ് അറ്റ് ദി സൈഡ് ഓഫ് ദിസ് തിങ്, വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റ്. അപ്പം ഡു നോട്ട് ബി അൺമൈൻഡ്ഫുൾ ഓഫ് ദാറ്റ് എന്നൊരു ആർട്ടിക്കിളാണിത്. ഇനി ഇതൊരു എഡിറ്റോറിയൽ ആണ്, നോട്ട് റിലേറ്റഡ് ടു സർവേ. എഡിറ്റോറിയലിൽ ജസ്റ്റ് 2-3 പോയിന്റ്സ് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. സോളാർ എനർജി എന്ന് പറയുന്നത് എത്രത്തോളം ഇന്ത്യക്ക് അഡപ്റ്റ് അല്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതൊരു ഫാലസി ആണെന്നുള്ള ഒരു ആർട്ടിക്കിളാണ്. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എവറിഥിങ് വിച്ച് ദി ഓതർ സീസ്. അതിൽ 2-3 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. റൈറ്റ് നൗ ഇന്ത്യ ഈസ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ലൈക്ക് പ്രൊമോട്ടിംഗ് സോളാർ എനർജി, അല്ലെങ്കിൽ ഗ്ലോബൽ ലീഡർ ഓഫ് റിന്യൂവബിൾ എനർജി പവർഡ് ത്രൂ സോളാർ എന്നുള്ളൊരു ടോണിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, വൺ നേഷൻ വൺ ഗ്രിഡ് സ്കീം കൊണ്ടുവന്നു. അപ്പം നമ്മൾ അങ്ങനെ വി ആർ ട്രൈങ് ടു ഗെയിൻ ആർ ക്ലൈമറ്റ് ടാർഗറ്റ്സ് ത്രൂ സോളാർ എനർജി. പക്ഷെ അവിടെയുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒന്ന്,
സോളാർ എനർജി എന്താണ്? കോൾ എനർജി പോലെ കണ്ടിന്യൂസ് അല്ല. അത് ഇന്റർമിറ്റന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ബാറ്ററി നമുക്ക് ഒരുപാട് വേണം. അപ്പൊ ബാറ്ററി സ്റ്റോറേജിനായിട്ട് ഹൈ കോസ്റ്റ് സോളാർ എനർജിയിൽ പോകുന്നുണ്ട്. സോ ദാറ്റ് വി ആർ ബീങ് അൺമൈൻഡ്ഫുൾ ഓഫ്. ഓക്കെ, കോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ചീപ്പാണ്. പക്ഷെ സോളാർ എനർജി അത്രയും എക്സ്പെൻസീവ് ആണ്. പ്ലസ് ബാറ്ററിയുടെ പൈസയും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ ജസ്റ്റ് കുറെ ഗവൺമെന്റ് കുറെ സബ്സിഡീസും കൺസെഷൻസും ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഹെവി കോസ്റ്റ് ഓഫ് സോളാർ എനർജി മാസ്ക് ചെയ്ത് വെക്കുകയാണെന്നാണ് ഓദർ പറയുന്നത്. ബട്ട് ഇന്റേൺ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോ എനർജിയിലും കൂടി ഫോക്കസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇന്ത്യ റൈറ്റ് നൗ 15% ഓഫ് ഹൈഡ്രോ പൊട്ടൻഷ്യൽ മാത്രമേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. നോക്കി US 90%, യൂറോപ്പ് 90% ഓഫ് ദർ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചു കഴിഞ്ഞു. വൈ ആർ വി ലാഗിങ് ബിഹൈൻഡ് ദാറ്റ്? ആൻഡ് ചൈനയിലെ ഒരു വെരി ഗുഡ് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇത് നമുക്ക് മെയിൻസിനെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഗോർജ് പ്രോജക്ട് ഓവർ യാൻസെ റിവർ. അത് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് ആക്ടിവിസം കാരണം, അല്ലെങ്കിൽ ലൈക്ക് അത് നെഗറ്റീവ് ആയിട്ടല്ല പറയേണ്ടത്, ബട്ട് സ്റ്റിൽ ഡെവലപ്മെന്റൽ കൺസേൺസ് ഉണ്ട്. ദർ ഇസ് പ്രൊട്ടസ്റ്റ് ഫ്രം ആക്ടിവിസ്റ്റ് സൈഡ്. അത് കാരണം ഓൺ ദി we are not that much into attaining our hydro potential. അപ്പോൾ അത് കൂടി വേണം എന്നാണ് ഓദർ പറയുന്നത്. സോ ജസ്റ്റ് റിമെമ്പർ ദീസ് കൗണ്ടർ ആർഗ്യുമെന്റ്സ്. അത്രേ ഉള്ളൂ. വെൻ യു റൈറ്റ് ആൻ ആൻസർ ഓൺ റിന്യൂവബിൾ എനർജി, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡ് പറയാൻ പറ്റും. വെൻ യു ആർ മൂവിങ് ടുവേർഡ്സ് സോളാർ, വി ആർ ഇഗ്നോറിങ് our hydro energy and equally ignoring the very heavy cost of batteries. ഓക്കെ, ഇനി മ്യാൻമാറിനെ പറ്റി ഒരു എഡിറ്റോറിയൽ ഉണ്ട്. മ്യാൻമാറിന്റെ റൈറ്റ് നൗ പൊസിഷൻ നമുക്കറിയാം. റൈറ്റ് നൗ ഇറ്റ് ഇസ് എ ടെറിട്ടറി വിച്ച് ഇസ് റൂൾഡ് ബൈ ദി ആർമി. അവിടുത്തെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ they are under siege. Aung San Suu Kyi is in jail. Okay, അവിടുത്തെ democracy has collapsed. അവിടുത്തെ economy has collapsed. അവിടെ sharp decline in GDP ആണ്, massive rise in poverty, unemployment, inflation, currency is in free fall. So Myanmar is already in a dilapidated state. അപ്പം അവിടെ എന്തുകൊണ്ട് it's almost 1.5 years since the junta is the Myanmar army came to power. എന്നിട്ടും അവിടെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. എന്തുകൊണ്ടാണത്? സോ വി ആർ the author is analyzing what are the reasons. ഒന്നാമത്തെ കാരണം, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി സ്റ്റാൻഡ്സ് fractured while coping with the crisis in Myanmar. Myanmar's crisis is similar to Afghanistan crisis. We can equate. Afghanistan is ruled by a terrorist regime. Myanmar equally anti-democratic ആയിട്ടുള്ള ഒരു ആർമിയാണ് റൂൾ ചെയ്യുന്നത്. പക്ഷേ the world is not able to take a sustainable solution. What is happening there? ഒന്നാമത് വെസ്റ്റേൺ നേഷൻസ് റിയാക്ട് ത്രൂ കണ്ടംനേഷൻ. കുറെ സാങ്ഷൻസ് ഇഷ്യൂ ചെയ്യും. ഇതാണ് യുണൈറ്റഡ് നേഷൻസും വെസ്റ്റേൺ കൺട്രീസും ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തു എക്സ്പ്രസിംഗ് ഡീപ് കൺസേൺ അബൌട്ട് ദി പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, ഓങ് സാൻ സൂക്കിനെ പറ്റി, ദെയർ പാർട്ടിനെ പറ്റി. ബട്ട് നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ദർ ഇസ് നോ വീറ്റോ റെസൊല്യൂഷൻസ് അഗെയിൻസ്റ്റ് മ്യാൻമാർ ഈവൻ നൗ. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ആസിയാനിലേക്ക് നോക്കുകയാണെങ്കിൽ, ആസിയാൻ ഇസ് എ പാർട്ട് ഓഫ് ആസിയാന്റെ പാർട്ടാണ് മ്യാൻമാർ. ആസിയാൻ ഹാസ് എ ലോട്ട് ഓഫ് ഹൈലി എമർജിംഗ് എക്കണോമീസ്. പക്ഷെ ആസിയാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? മ്യാൻമാറിലെ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നോ, ബിക്കോസ് ആസിയാൻ ഇറ്റ്സെൽഫ് ഒരു ഡിവൈഡഡ് ഹൗസ് ആണ്. ആസിയാനിലെ തന്നെ ആന്റി മിലിറ്ററി ഗ്രൂപ്പും പ്രോ മിലിറ്ററി ഗ്രൂപ്പുമായിട്ട് ആസിയാനും ഡിവൈഡഡ് ആണ്. സോ അവിടെയും സൊല്യൂഷൻ ഇല്ല. ആസിയാന്റെ ന്യൂ ചെയർ ഇസ് ഇന്തോനേഷ്യ. സോ വേൾഡ് ഇസ് ലുക്കിംഗ് അപ് ടു ഇന്തോനേഷ്യ ടു ടേക്ക് സം ആക്ഷൻ. പക്ഷേ അവിടെയും എന്താണ് പ്രശ്നം? ദ പ്രോബ്ലം ലൈസ് വിത്തിൻ. ഈവൻ ഇന്ത്യക്കും പറ്റാത്തൊരു കാര്യമാണ്. ദ പ്രോബ്ലം ലൈസ് വിത്തിൻ. അവരുടെ ഉള്ളില് the army and government and the opposition should talk together, function together for a further election and to form a joint government. പക്ഷേ അവരുടെ ഉള്ളിൽ there is no talks going on. So India is helpless. ചൈന ആൻഡ് റഷ്യ അതേസമയം എന്താ പറയാ, വിൽ സേ നോ. ലൈക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് നോക്കുന്ന രാജ്യങ്ങളാണ് രണ്ടുപേർക്കും സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട് മ്യാൻമാറിൽ. സോ ബോത്ത് ഓഫ് ദം ആർ ട്രൈങ് ടു ഫോർവേഡ് ദെയർ ഇൻട്രസ്റ്റ്, ട്രേഡ് ഇൻട്രസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ നോക്കുകയാണ് രണ്ടുപേരും. റഷ്യ ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംസ് സപ്പോർട്ട് ചെയ്യുന്നു. ദേ ആർ ട്രൈങ് ടു ബ്രിങ് ഇൻ ദ ജണ്ട ഓൺ ദെയർ സൈഡ്. പക്ഷേ ഈക്വലി നമ്മൾ ഇന്ത്യക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ അറ്റ് എ പെരിൽ, റൈറ്റ്? ആസിയാൻ ഒന്നും ചെയ്യുന്നില്ല, വേൾഡ് ലീഡേഴ്സ് ഒന്നും ചെയ്യുന്നില്ല, റഷ്യ ആൻഡ് ചൈന ആർ മേക്കിംഗ് ദർ ഹെഡ്വേസ്. സോ വാട്ട് വി ക്യാൻ ഡു? ഒന്നാമത്തെ കാര്യം, മ്യാൻമാർ ഇസ് വെരി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് കൺസിഡറിങ് അവർ നോർത്ത് ഈസ്റ്റ് റീജിയൻ. നമുക്കിപ്പോൾ കലാദൻ മൾട്ടി മോഡൽ പ്രോജക്റ്റും ഇന്ത്യ മ്യാൻമാർ തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞ് വി ഹാവ് എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മ്യാൻമാർ ഇസ് ആർ ഗേറ്റ് വേ ടു ഗെറ്റ് ഇൻ ടു നോർത്ത് ഈസ്റ്റ്. നമ്മുടെ സ്വന്തം കൺട്രിയുടെ ഒരു പാർട്ടായിട്ടുള്ള നോർത്ത് ഈസ്റ്റിന്റെ ഡെവലപ്മെന്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ മ്യാൻമാർ. ആൻഡ് മ്യാൻമാറായിട്ടുള്ള ബോർഡറിലുള്ള ഇഷ്യൂസ് കാരണം there is insurgency in our northeastern states like Nagaland, right? So Myanmar, stability in Myanmar is a very important important necessity for India, and India has to do something. പക്ഷെ ഇന്ത്യക്കും again എന്താ പ്രശ്നങ്ങളുണ്ട്? because it is a fractured house from within. As a leader, as a neighborhood first policy, ഇന്ത്യക്ക് we can only help, we cannot interfere further, right? ഇനി
IMF approves $1 billion support loan for Bangladesh. ഇപ്പം റീസെന്റ് ശ്രീലങ്കക്ക് കൊടുത്തു. ബംഗ്ലാദേശിനും നാഷണൽ വൈഡ് ബ്ലാക്ക് ഔട്ട്സ് ഓഫ് അപ് ടു 13 years a day ഹിറ്റ് ദ ഇലക്ട്രിസിറ്റി ഗ്രിഡ്. അപ്പം അതിനൊരു റിലീഫ് എന്നുള്ള രീതിയിൽ IMF ഇസ് പ്രൊവൈഡഡ് ലോൺസ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഇത് ദ്രൗപദി മുർമു പ്രസിഡന്റിന്റെ ഒരു സ്പീച്ചാണ്. സ്പീച്ചിൽ ഒരു ചെറിയൊരു പോർഷൻ ദർ ഇസ് എ റെഫറൻസ് ടു എ ഹിസ്റ്റോറിക്കൽ ആർട്ടിക്കിൾ. കുന്തല സബത്ത് an ഒഡിയ പോയിന്റ്. ആ ഒഡിയ പോയിന്റിനെ പറ്റി ദ്രൗപദി മുർമുന്റെ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഷീ റോട്ട് സംതിങ് കോൾഡ് ഉത്കൽ ഭാരതി. അവിടെ പറഞ്ഞത് 100 years ago women of the country was not inferior to anybody. So just because she mentioned something historical like this, just remember this name if in case they ask it in films. Kundala Kumari Sabath, who wrote Utkal Bharati. ഒഡിയ പോയിന്റ് ആണ്. Now we'll come to survey. സർവേയിലെ കുഞ്ഞു കാര്യങ്ങളാണ്. അതായത് സംതിങ് സർവേ നിങ്ങൾ വായിക്കണം ഡീറ്റെയിൽ ആയിട്ട്. ദിസ് ആർ ജസ്റ്റ് പെരിഫറൽ ഏരിയാസ് വിച്ച് യു ക്യാൻ യൂസ് ഇൻ യുവർ മെയിൻസ് ആൻസേഴ്സ്. ഒന്നാമത്തെ അവർ പറയുന്ന ആത്മനിർഭർ ഭാരത് ഫ്യൂൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രൈമറി സെക്ടറാണ് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി. ഇവിടെ ഇവർ കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുന്നുണ്ട്. ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എനർജി സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ ഡിഫൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഹെവി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ക്യാൻ ഇൻക്രീസ് ബോത്ത് സർവീസ് സെക്ടർ ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടർ GDP രണ്ടും വരും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ 1.82 ആണ്. അതായത് ഷിപ്പ് ബിൽഡിംഗിൽ നമ്മളിപ്പം 100 rupees ഇൻവെസ്റ്റ് ചെയ്താൽ 100 into 1.82 ആയിട്ട് നമുക്ക് അതിന്റെ റിട്ടേൺ കിട്ടും. എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ 6.48 ആണ്. അതായത് 6.48 ടൈംസ് എന്ത് കിട്ടും? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. MSMEസിന് എംപ്ലോയ്മെന്റ് കൊടുക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മെയിൻസിന് കൂട്ട് ചെയ്യാം. INS വിക്രാന്ത് എന്ന് പറയുന്നത് 500 MSMEസിനാണ് എന്ത് കൊടുത്തത്? ബിസിനസ് കൊടുത്തത്. 2000 ഷിപ്പ്യാർഡ് എംപ്ലോയീസിന് ജോബ് കൊടുത്തു. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ് യു ക്യാൻ കോട്ട്. ഇനി P-17A ഫ്രിഗേറ്റ്, ദാറ്റ് ഇസ് ഓൾസോ അതൊരു വാർഷിപ്പ് ആണ്. ദാറ്റ് ഇസ് ഓൾസോ പ്രസന്റിംഗ് മോർ ഡിമാൻഡ്സ് ഫോർ ഫ്യൂച്ചർ ദാറ്റ് ക്യാൻ ഫ്യൂൽ അവർ എക്കണോമി. ഓൾ റൈറ്റ്, ഇനി അടുത്ത ന്യൂസ് ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് സ്പെൻഡിങ് സ്റ്റിൽ ഹൈ. ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഹാഫ് ഓൾ ഹെൽത്ത് സ്പെൻഡിങ് സ്റ്റിൽ പെയ്ഡ് ബൈ പേഷ്യൻസ്. എന്താണ് ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം ഒരു അസുഖം വന്നൊരു ഹോസ്പിറ്റലിൽ പോയി. സോ ഇഫ് ദാറ്റ് ഗവൺമെന്റ് ടേക്സ് ദാറ്റ്, അതായത് ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിൽ നിങ്ങൾക്ക് പൈസ കുറച്ച് ട്രീറ്റ്മെന്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഇസ് ബെയറിംഗ് ദ ബർഡൻ ഓഫ് ദാറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണം. അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് കോസ്റ്റിൽ അത് കവേർഡ് ആയി പോകും. ഇത് രണ്ടും ഇല്ലെങ്കിൽ യു വിൽ ഹാവ് ടു പേ ദാറ്റ് ഹെവി പ്രൈസ്. അതാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴും നമ്മൾ ആയുഷ്മാൻ ഭാരത് ഒക്കെ കൊണ്ടുവന്നെങ്കിൽ, ആയുഷ്മാൻ ഭാരത് ഇസ് എൻ ഇൻഷുറൻസ് സ്കീം, റൈറ്റ്? അത് കൊണ്ടുവന്നിട്ടും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ സ്റ്റിൽ ഹൈ. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി പീപ്പിൾ ആശുപത്രി പോകുമ്പോൾ അവർ തന്നെയാണ് പൈസ കൊടുക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഗവൺമെന്റ് ടേക്കിംഗ് ഇറ്റ്, നീദർ ഡു ദേ ഹാവ് ഇൻഷുറൻസ് പെനിട്രേഷൻ. അപ്പം അതാണ് ഇവിടുത്തെ പ്രശ്നം. ആത്മനിർഭർ ഭാരത് 550 crore ബെനിഫിഷ്യറീസിന് വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ്. പക്ഷെ അതിപ്പോൾ പെനിട്രേറ്റ് ചെയ്തിരിക്കുന്നത് 21 crore ബെനിഫിഷ്യറീസിന് മാത്രമാണ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ 50% ഓഫ് ഇറ്റ്സ് ടാർഗറ്റ് ആണ് ആത്മനിർഭർ ഭാരതിന്റെ കവറേജ്. അത് നിങ്ങൾ ഓർത്ത് വെക്കാം, പ്രിലിംസിനും യൂസ് ചെയ്യാം. Okay, so this you can caught in your means answer. Out of pocket expenditure is still high. ഇനി എഡ്യൂക്കേഷനിലേക്ക് വരാം. ഷെയർ ഓഫ് എഡ്യൂക്കേഷൻ ബഡ്ജറ്ററി അലോക്കേഷൻ ഇസ് ഫോളിംഗ്. പക്ഷെ അത് ഫോളോ ചെയ്യാനുള്ള റീസൺസ് പറയുന്നത് വി ഹാവ് ഡൈവേർട്ടഡ് ദാറ്റ് ഫണ്ട് ടുവേർഡ്സ്, ബാക്കി പാൻഡമിക് വന്ന സമയത്തും ഹെൽത്തിലേക്കും പോയി എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇസ് ഡ്രോപ്പ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ പ്രിലിംസിനാണെങ്കിലും ഇറ്റ് ഇസ് ട്രൂ. ഷെയർ ഓഫ് എക്സ്പെൻഡിച്ചർ എഡ്യൂക്കേഷൻ ബഡ്ജറ്ററി അലോക്കേഷൻ ഇസ് ഫോളിംഗ്. ബഡ്ജറ്റിലാണ് പറയുന്നത്. ഓക്കെ, ബഡ്ജറ്ററി അലോക്കേഷൻ ഇസ് ഫോളിംഗ്. വേറെ സ്കീംസ് എന്താ പറയാ, സ്കീംസ് ആർ ഇൻക്രീസിങ് ബട്ട് സ്റ്റിൽ നമ്മൾ പാസ്റ്റ് ഇയേഴ്സിലേക്ക് നോക്കുമ്പോൾ അലോക്കേഷൻ ഇസ് ഫോളിംഗ്. ടോട്ടൽ എൻറോൾമെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇസ് ഇൻക്രീസ്ഡ്. എല്ലായിടത്തും എൻറോൾമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ടോട്ടൽ ബഡ്ജറ്റ് ഷെയർ ഹാസ് ഫോളിംഗ്. ഇനി ഇത് വേറെ ഒരു ആർട്ടിക്കിൾ ആണ് റിലേറ്റഡ് ടു ഇന്ത്യ നീഡ്സ് ടു ആക്സസ് ഗ്ലോബൽ ഫിനാൻസ് ടു അച്ചീവ് ക്ലൈമറ്റ് ഒബ്ലിഗേഷൻ. ഇതിൽ ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ടേം പറഞ്ഞിട്ടുണ്ട്. UPSC യൂഷ്വലി പ്രിലിംസിന് എൻവിറോൺമെന്റ് റിലേറ്റഡ് ഇങ്ങനത്തെ കുറച്ച് ടേംസ് ചോദിക്കും. കഴിഞ്ഞ തവണ ഗ്രീൻ വാഷിംഗ് എന്താണെന്നൊക്കെ ചോദിച്ചു. So you'll get confused when you see the option. Climate justice എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. Few rich countries are largely responsible for the carbon emission. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ ആദ്യം അറ്റൈൻ ചെയ്ത കുറച്ച് കൺട്രീസ് എന്ത് ചെയ്തു? വേൾഡ് ഇങ്ങനെ പൊല്യൂട്ട് ചെയ്ത് എൻവിറോൺമെന്റ് ഇങ്ങനെ പൊല്യൂട്ട് ചെയ്ത് വരുന്നു. അപ്പം ദേ ആർ ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ ദ കറന്റ് ക്ലൈമറ്റ് ക്രൈസിസ്. അത് കാരണം എന്ത് ചെയ്യണം? അവർ കൂടുതൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോഴാണ് ജസ്റ്റിഫൈഡ് ആവുള്ളൂ, ഇക്വിറ്റി വരത്തുള്ളൂ. ക്ലൈമറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഇതാണ്. ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്ത ആരാണോ അവർ വേണം ഏറ്റവും കൂടുതൽ പേ ചെയ്യാൻ. ആൻഡ് നോട്ട് കൺട്രീസ് like India and China who just recently attained industrialization or who just recently are in the bandwagon of growth. Okay, rather യൂറോപ്യൻ കൺട്രീസും US എല്ലാം അതിനു വേണ്ടി പേ ചെയ്യണം. അതാണ് ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ജസ്റ്റ് ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. കമ്മിങ് ബാക്ക് ടു സർവേ, EV സെയിൽസ് ടു ടച്ച് 1 crore units by 2030. അത് സർവേ പ്രൊഡിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. 5 crore ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യും. റൈറ്റ് നൗ 49% ഗ്രോത്ത് റേറ്റിലാണ് EV മാർക്കറ്റ് നിൽക്കുന്നത്. യു ക്യാൻ ടോക്ക് അബൌട്ട് ദിസ്.
Credit flow to MSMEs rose. This is again something which is identified by survey. Emergency credit line guarantee scheme കൊണ്ടുവന്നതിൽ പിന്നെ MSMEs-നുള്ള credit flow കൂടിയിട്ടുണ്ട്. So we are having a growth in that phase. Exports കൂടി, അവരുടെ employment കൂടി, especially എടുത്തു പറയുന്ന textile and apparel sector-ലാണ് 4.5 crore directly employ ചെയ്യുന്നതാണ് textile sector. Domestic pharma market. Now, India's pharma market is famed for being the largest provider of generic drugs, right? 20% of the global supply of drugs by volume ആരാണ് കൊടുക്കുന്നത്? ഇന്ത്യയാണ് കൊടുക്കുന്നത്. Equally, we are ranked third in production and by volume and 14th by value. ഇതെല്ലാം prelims ചോദിക്കാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. Even a means answer, you can start with this statistics. This is a very important statistics. കുറേ സ്ഥലത്ത് നമ്മൾ വായിക്കുന്നതാണ്. You have to learn the statistics. അപ്പം ഇത് വെച്ചിട്ട് പറയുന്നത് പിന്നെ COVID-19 ഇൻഡ്യൂസ് ഡിമാൻഡ് ഫോർ ക്രിട്ടിക്കൽ ഡ്രഗ്സും കൂടി വന്നപ്പം എന്ത് പറ്റി? നമ്മുടെ ജനറിക് മാർക്കറ്റ്, ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ് ഗ്രോ ചെയ്തു. ഇപ്പൊ റൈറ്റ് നൗ 41 ബില്യണിലാണ് നിൽക്കുന്നത്. 130 ബില്യൺ എത്തും ഈ പോയിട്ടുണ്ടെങ്കിൽ 2030. അപ്പം നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്നത്? നമ്മുടെ പേറ്റന്റ് എല്ലാം IPR രജായും വെച്ചിട്ട് we make generic versions of the drugs which are costly in the market and then we provide it at a rebated price. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കുറെ ഇൻഫ്രാസ്ട്രക്ചറൽ സ്റ്റെപ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. API ഇമ്പോർട്ട്സ് ചൈനയിൽ നിന്ന് കുറച്ച് നമ്മൾ ഇൻഡിജിനസ് മാനുഫാക്ചറിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകാന്നൊക്കെ റീസെന്റ് ന്യൂസ് ഉണ്ടായിരുന്നു. അതിനെ പറ്റിയാണ് പറയുന്നത്. This is very important. Faster inflation led to negative real growth in rural wages. Rural economy, rural India, villages, നമ്മൾ അവിടുത്തെ സാധാരണക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ വേജസ് എന്ന് പറയുന്നത് കുറയാണ് ചെയ്തത്. ഓക്കെ, ഇൻഫ്ലേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ്, നോമിനൽ വേജസ് അല്ല റിയൽ വേജസ്, ഇൻഫ്ലേഷനും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ പർച്ചേസിംഗ് പവറും കൂടി നോക്കിയിട്ട് വേണം. അതായത് ഇപ്പം കഴിഞ്ഞ വർഷം I used to get 100 rupees. ഈ വർഷം I am getting 110 rupees എന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ വേജ് കൂടി. ജസ്റ്റ് ഒരു ലൈക്ക് വെരി ഐഡിയലിസ്റ്റിക് വെരി എന്താ പറയാ, ഐഡിയലിസ്റ്റിക്കലി പറയുമ്പോൾ ഇപ്പോൾ 100 rupees ആണ് എനിക്ക് കഴിഞ്ഞ വർഷം വേജസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ വർഷം എനിക്ക് 110 rupees കിട്ടുന്നുണ്ട്. അപ്പൊ എന്റെ നോമിനൽ വേജസ് ആക്ച്വലി ഇൻക്രീസ്ഡ്, 10 രൂപ കൂടി. പക്ഷെ എന്താ, ഇൻഫ്ലേഷൻ അതിനനുസരിച്ച്. ഇപ്പം നേരത്തെ എനിക്ക് മാർക്കറ്റിൽ പോയാൽ 100 rupees-ന് സേ 1 kg ഓഫ് പൊട്ടറ്റോ ആയിരുന്നു കിട്ടുക. പക്ഷെ ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ പൊട്ടറ്റോയുടെ പ്രൈസ് കൂടി. അപ്പൊ ഞാൻ 100 rupees കൊണ്ട് പോയാൽ എനിക്ക് 1 kg ഓഫ് പൊട്ടറ്റോ കിട്ടത്തില്ല. സോ ഇൻഫ്ലേഷൻ ഇസ് ഇൻക്രീസ്ഡ്. അപ്പം എന്റെ വേജ് 100-ന്ന് 110 ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ ചേഞ്ച് ഇൻ കൺസംഷൻ ഒന്നും വന്നിട്ടില്ല. എനിക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്റെ കൺസംഷൻ കൂടിയിട്ടില്ല. സോ അതാണ് റിയൽ വേജസ് വരിക. ഇൻഫ്ലേഷൻ ഈക്വലി കൂടിയിട്ടുണ്ടെങ്കിൽ വേജിൻ നോമിനൽ റേറ്റിൽ കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൺസംഷനോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങോ കൂടില്ല. സോ റിയൽ വേജസ് എന്താ ചെയ്തത്? അതാണ് റിയൽ വേജസ്. റിയൽ വേജസ് നെഗറ്റീവ്ലി ആണ് റൂറൽ എക്കണോമിയിൽ ഗ്രോ ചെയ്തത് ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. സോ ഇതാണ് ഹിന്ദുവിൽ പറയുന്ന ആർട്ടിക്കിൾസ്. നമുക്ക് ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് വരാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എൻട്രൻച്ച്ഡ് ഇൻഫ്ലേഷൻ എന്നുള്ള ടേംസ് ഒക്കെ നിങ്ങൾ മീൻസ് ആൻസറിന് യൂസ് ചെയ്യണം. എൻട്രൻച്ച്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ എക്കണോമിയിൽ ആസ് സച്ച് ബേസിൽ കുറച്ച് വി കനോട്ട് ഗിവ് അപ്പ് ഇൻഫ്ലേഷൻ അറ്റ് എനി ചാൻസ് ഇൻ ഇന്ത്യ, റൈറ്റ്? അത് നമുക്ക് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. ബട്ട് അല്ലാതെ തന്നെ ഒരു ഹൈ ഇൻഫ്ലേഷൻ ഇസ് ദെയർ ഇൻ അവർ എക്കണോമി. അപ്പം ഇവിടെ ഈ എൻട്രൻച്ച്ഡ് ഇൻഫ്ലേഷൻ ആൻഡ് ഹെൻസ് ഹയർ ആൻഡ് ലോങ്ങർ ഇൻഡസ്ട്രീസ് ആൻഡ് ഡിപ്രിഷിയേറ്റിംഗ് റുപ്പി. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എന്താ പറ്റുക? പർച്ചേസിംഗ് പവർ ഓഫ് കറൻസി കുറയും. അപ്പം എന്താ പറ്റുക? കറൻസിയുടെ വാല്യൂ കുറയും. സോ ഇറ്റ് ഇസ് ഡിപ്രീഷിയേറ്റിംഗ്, റൈറ്റ്? സോ ഡിപ്രീഷിയേറ്റിംഗ് റുപ്പി വരും. അതാണ് എൻട്രൻച്ച്ഡ് ഇൻഫ്ലേഷൻ കാരണമുള്ള പ്രശ്നം. അപ്പൊ എൻട്രൻച്ച്ഡ് ഇൻഫ്ലേഷൻ വിൽ കോസ് ഡിപ്രീഷിയേറ്റിംഗ് റുപ്പി ഇൻ ആർ മാർക്കറ്റ് എന്നുള്ളത് എക്കണോമിക് സർവേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഫിസ്ക്കൽ അതോറിറ്റീസും മോണിറ്ററി അതോറിറ്റീസും സ്റ്റെപ്സ് എടുക്കണം എന്ന് പറഞ്ഞു. ഇനി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, വി ആർ എ ഇമ്പോർട്ട് ഡ്രിവൺ എക്കണോമി, കൺസംഷൻ ബേസ്ഡ് എക്കണോമിയാണ്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ കൺസ്യൂം ചെയ്യുന്ന മെജോറിറ്റി സാധനങ്ങളും എന്താണ്? ഇമ്പോർട്ടഡ് ആണ്. അപ്പം commodity prices will raise India's total import. കൺസംഷൻ എന്ന് പറയുന്നത് ഇന്ന ലോങ് ടേം നമ്മൾ റൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ കൺസംഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈക്വലി നമ്മുടെ എന്തും ഇൻക്രീസ് ചെയ്യണം, ഇമ്പോർട്ടും ഇൻക്രീസ് ചെയ്യണം. കാരണം മെജോറിറ്റി ഗുഡ്സ് ദാറ്റ് വി കൺസ്യൂം ആർ ഇമ്പോർട്ടഡ് ഗുഡ്സ്. അപ്പം ഈക്വലി മാർക്കറ്റിൽ ഇമ്പോർട്ട്സ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇമ്പോർട്ട്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടിക്കൊണ്ടിരിക്കും, റൈറ്റ്? അതേപോലെ തന്നെ സർവേ പറയുന്നുണ്ട് എക്സ്പോർട്ട് ഈ അടുത്തെങ്ങും കൂടാനായിട്ട് സാധ്യതയില്ല. ബിക്കോസ് ഓൾറെഡി ഗ്ലോബൽ ഡിമാൻഡ് എന്താണ്? ഇറ്റ്സ് ഡിക്രീസിങ്. ഒരു റിസഷണറി ഫേസിലാണ് എക്കണോമി. ഇന്റർനാഷണൽ ട്രേഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എക്സ്പോർട്ട് എന്ന് പറയുന്നത്
ഭാവിയിൽ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ എന്ത് ഇൻക്രീസ് ചെയ്യാം? ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യാം. ഈ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണല്ലോ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. അത് കാരണമാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുമെന്ന് സർവേ പറയുന്നത്. ഇനി ഇത് വാട്ട് ഇസ് ദ ടേക്ക് അവേസ് ഫ്രം സർവേ? സർവേ സ്റ്റേറ്റ്സ് ദാറ്റ് ഗ്രോത്ത് ഇസ് ഹയർ ദാൻ ഫോർ ഓൾമോസ്റ്റ് എല്ലാ മേജർ എക്കണോമീസിനെക്കാളും ഇന്ത്യക്ക് ഗ്രോത്ത് കൂടുതലാണ്. ഫൈൻ ഒപ്റ്റിമിസ്റ്റിക് റേറ്റിലാണ് പറയുന്നത്. അതിന് റീസൺ എന്താണ്? നമ്മുടെ അണ്ടർലൈൻ എക്കണോമിക് റെസിലിയൻസ് ആണ്. വി ഹാവ് ദി എബിലിറ്റി ടു റീകൂപ്പ്, റീന്യൂ ആൻഡ് റീ എനർജൈസ്. ഇനി ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 6.8%, എബവ് 6%ലാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഇസ് ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഹൈ ഇനഫ് ടു ഡിറ്റർ പ്രൈവറ്റ് കൺസംഷൻ ബട്ട് നോട്ട് ലോ ഇനഫ് ടു വീക്കൻ ഇൻവെസ്റ്റ്മെന്റ്. ഇനി അൺഎംപ്ലോയ്മെന്റ് കൂടിയിട്ടുണ്ട്, പക്ഷേ ഈക്വലി എന്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് കൂടിയിട്ടുണ്ട്, പക്ഷേ മാർജിനൽ ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉണ്ട്. ഓക്കെ. ലോ ഡിമാൻഡ്സ് ഫോർ ഇന്ത്യൻ എക്സ്പോർട്ടും ഹൈ ഇമ്പോർട്ടും കൂടി വന്ന് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി സർവേയിൽ ഒരു 2003 ഒരു റെഫറൻസ് പറയുന്നുണ്ട്. 2003 സമയത്ത് നമ്മളൊരു സിമിലർ പ്രോബ്ലം ഫേസ് ചെയ്തായിരുന്നു. 2003 എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയർ ടെസ്റ്റിന് എഗെയിൻസ്റ്റ് സാങ്ഷൻസ് വന്നു. ഐ തിങ്ക് പൊക്രാൻ ന്യൂക്ലിയർ ടെസ്റ്റിന് എഗെയിൻസ്റ്റ് ഒരു സാങ്ഷൻസ് വന്ന സമയമാണത്. പിന്നെ നമുക്ക് സക്സസീവ് ഡ്രോട്ട്സ് വന്നു, കൊളാപ്സ് ഓഫ് ടെക് ബൂം വന്നു. അപ്പം വി ഹാഡ് എ സിമിലർ സിറ്റുവേഷൻ. ഇതേപോലത്തെ ഒരു കോവിഡ് ലൈക്ക് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇപ്പോഴും നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യും എന്നാണ് സർവേ പറയുന്നത്. പക്ഷെ ഇവിടെ ഓർഡർ പറയുന്നത് ഇതിൽ ഇച്ചിരി പ്രശ്നമുണ്ട്. ബിക്കോസ് ദ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ് ഏർലിയർ. അന്നേരം അതൊരു ഇന്ത്യയുടെ ഇൻഡിജിനസ് പ്രോബ്ലം മാത്രമായിരുന്നു. ഗ്ലോബൽ എക്കണോമിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്ലോബൽ എക്കണോമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ റീകൂപ്പ് ചെയ്തു. പക്ഷെ ഇപ്പൊ എന്താ, ഇന്ത്യനെ അഫക്ട് ചെയ്ത പ്രോബ്ലം വേൾഡിനെ മൊത്തത്തിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ എക്കണോമി വിൽ സ്ലോ ഡൗൺ. അപ്പൊ ഇന്ത്യക്ക് 2003 നമ്മൾ റീകൂപ്പ് ചെയ്തപോലെ ഇപ്പൊ റീകൂപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നാണ് അവിടെ ഒരു ആർഗ്യുമെന്റ് വരുന്നത്. സോ ദീസ് ആർ ജസ്റ്റ് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഓഫ് ബഡ്ജറ്റ്. കമ്മിങ് ഡേയ്സിൽ അത് വരും. അപ്പൊ നമുക്ക് നോക്കാം. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. MG/NREGയുടെ ഡിമാൻഡ് അടുത്തിടെ ഒരുപാട് കുറഞ്ഞു എന്ന് പറഞ്ഞ് ന്യൂസസ് ഉണ്ടായിരുന്നു. ഇപ്പൊ സർവേ അത് ജസ്റ്റിഫൈ ചെയ്യാണ്. ഡിമാൻഡ് കുറഞ്ഞ എന്തുകൊണ്ടാണ്? ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. മൻരേഗ ഡിമാൻഡ്സ് കുറഞ്ഞത് ഇസ് എ ഗുഡ് തിങ്. ദാറ്റ് ഇസ് ബിക്കോസ് ആർ അഗ്രികൾച്ചർ ഇസ് നോർമലൈസിങ്. MG/NREG എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രികൾച്ചർ ഇല്ലാത്ത സമയത്ത് ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ് MG/NREG. അപ്പൊ MG/NREG ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ മൂവിങ് മോർ ഇൻ ടു അഗ്രികൾച്ചർ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകംസ് ആർ സ്റ്റേബിൾ എന്നാണ് അത് കാണിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഓക്കെ എന്നുള്ളതാണ് സർവേ ഈസ് ജസ്റ്റിഫൈഡ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നോർമലൈസേഷൻ ഓഫ് റൂറൽ എക്കണോമി ഡ്യൂ ടു സ്ട്രോങ് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ആൻഡ് സ്വിഫ്റ്റ് ബൗൺസ് ബാക്ക് ഫ്രം COVID-19 ആണ് കാണിക്കുന്നത്. എന്ത്? MG/NREGയുടെ വേജ് ഡിപ്പ് അല്ലെങ്കിൽ മന്ത്ലി ഡിമാൻഡ് ഡിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ മെജോറിറ്റി ഓഫ് വർക്ക് ഫോഴ്സ് റിവേഴ്സ് മൈഗ്രേറ്റ്. അഗെയിൻ റൂറൽ എക്കണോമി ആണ് ഷോക്ക് അബ്സോർബർ. ബട്ട് ഈക്വലി കുറെ ഡയക്ടമീസ് ഉണ്ട്. റൂറൽ വേജസ് എപ്പോഴും കുറഞ്ഞിട്ടുണ്ട്. സോ വൈ ഈസ് ദാറ്റ്? സോ അങ്ങനത്തെ ഡിബേറ്റ്സ് നമുക്ക് കമ്മിങ് ഡേയ്സിൽ കാണാം. ലാസ്റ്റ് ന്യൂസ്, ബിസിനസ് 20 G20 റിലേറ്റഡ് ആയിട്ട് ബിസിനസ് 20 എന്ന് പറഞ്ഞിട്ട് ഒരു സബ്മിറ്റ് കൂടുതൽ ഈ അടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഡ് പോലെ ഒരു ചെറിയ പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ലൈക്ക് ദിസ് കോട്ട് വെരി മച്ച്. ട്രസ്റ്റ് ഇസ് എ റിയൽ കറൻസി ഓഫ് ഡിജിറ്റൽ എക്കണോമി. We have to build trust in digital economy through investment in cyber security. So this is something which you can quote in your essay also, right? എന്തുകൊണ്ടാണ് ഡിജിറ്റൽ എക്കണോമിയിൽ ഉള്ള ആ ഒരു ഇനേർഷ്യ, അവിടെ എന്താണ്? ട്രസ്റ്റ് ഫാക്ടർ ഇസ് ലാക്കിംഗ്. സോ ട്രസ്റ്റ് ആണ് ഡിജിറ്റൽ എക്കണോമിയിലെ റിയൽ കറൻസി. സോ വി ഹാവ് ടു ബിൽഡ് ഓൺ ദ ട്രസ്റ്റ്, ദെൻ വി ക്യാൻ ബിൽഡ് ഇൻ. എങ്ങനെയാണ് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക? സേഫ് ആൻഡ് സെക്യൂർ സ്പേസ് ഉണ്ടാക്കുക. അപ്പം സൈബർ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക. സോ അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് ഇന്നുള്ളൂ. താങ്ക് യു.